ഇതെന്റെ ബർത്ത്ഡേന്റെ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എന്റെ ഹെയറിൽ കുറച്ചധികം സ്പ്ലിറ്റൻസും ഡ്രൈനസും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് സെൽഫ് കെയർ ആയാലോ. അപ്പൊ പിന്നെ പാർലറിൽ പോയിട്ട് ഓരോ പ്ലേറ്റ് കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ഓർഡർ ചെയ്യാല്ലേ. സാരല്ല, ഇമാതിരി ചളിയൊക്കെ ഇടയ്ക്ക് എനിക്കുള്ളതാ. അങ്ങനെ ഞാൻ നീലക്കുപ്പായും വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് നേരെ പാർലറിലോട്ട് വിടുകയാണ് കേട്ടോ. പാർലറിൽ പോയി നേരെ തിരിച്ചു വരാതെ ഒന്ന് കറങ്ങി അടിച്ചു വരാനും എന്തെങ്കിലുമൊക്കെ കഴിച്ചു വരാനും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാതിരിക്കാൻ എപ്പോഴും നല്ലത് ഒരു മോളിലേക്ക് പോണതാണ് കേട്ടോ. അതാകുമ്പോൾ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. വേറെ എവിടെയും ചാടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ സുജി വേഗം കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇറക്കി തന്നു കേട്ടോ. ആദ്യം വന്ന കാര്യം കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ച് നേരെ പാർലറിലേക്ക് വിട്ടു. ആദ്യം ഒരു ഹെയർ കട്ട് അങ്ങോട്ട് പാസ്സാക്കി, മുടിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വലിയൊരു മേക്ക് ഓവർ സൃഷ്ടിക്കാൻ മാത്രം മുടിയില്ലാത്തതുകൊണ്ട് ഉള്ള മുടി വെച്ച് കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു മാറ്റം അങ്ങോട്ട് വരുത്തി. സ്പ്ലിറ്റൻസ് ഒക്കെ പോയ സ്ഥിതിക്ക് ഡ്രൈനസ് ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെയർ സ്പായും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. തലയിൽ ക്രീം ഇട്ടൊക്കെ ശേഷം അയാൾ ലൈറ്റ് ഓഫ് ആക്കി പോയി. ഇരുട്ടത്തിരിക്കാനുള്ള ചെറിയ പേടി കൊണ്ടാണോ എന്നറിയില്ല. അന്നേരം ഞാൻ ബാബിനെ വിളിച്ചു ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ കുറച്ചേരം എന്നെ അങ്ങനെയൊക്കെ ഇരുത്തി ജസ്റ്റ് ഒന്ന് ഹെയർ മസാജ് ചെയ്തെന്ന് ഒന്ന് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് ഇതാ മുടി സെറ്റ് ചെയ്യാണ്. ഇവരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുമ്പോൾ എന്തൊരു ഭംഗി. ഇതങ്ങോട്ട് കഴിഞ്ഞ് ഒരു കുളി അങ്ങോട്ട് കഴിയുമ്പോൾ എൻ്റെ മുടിയുടെ തനി സ്വഭാവം അങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ. മുടി അങ്ങോട്ട് ചുരുണ്ട് മുകളിലോട്ടേക്ക് അങ്ങോട്ട് കയറും. പിന്നെ താഴത്തെ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ത്രെഡിങ്ങും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ത്രെഡ് ചെയ്യുന്ന ആള് വരാൻ ഒരു 10 മിനിറ്റും കൂടി കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് കറങ്ങി അടിക്കാൻ വേണ്ടി നോക്കിയതാണ്. വെസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് ആകെ ഒന്ന് ചുറ്റി നടന്ന് കുറച്ച് നെയിൽ പെയിൻറ്റ്സ് വാങ്ങിയിട്ടോ. മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ദൗത്യം സുജി അങ്ങോട്ട് ഏറ്റെടുത്തതോട് കൂടിയിട്ട് കുറച്ചും കൂടി എനിക്ക് ടൈം കൂടുതൽ കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നെസ്റ്റോയിലൊക്കെ ഒന്ന് കയറി മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യായിരുന്നു. എന്ത് വാങ്ങാൻ പോകുമ്പോഴും മക്കൾ മുഖമാണ് കേട്ടോ മുന്നിലേക്ക് ഓർമ്മ വരിക. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് ഷാർപ്നറൊക്കെ വാങ്ങി കുറച്ച് ഫാൻസി ആയിട്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിയിട്ട് വെറുതെ അവിടെ ഒരു ബില്ലാക്കി. പിന്നെ ദാഹിച്ചപ്പോൾ ഒരു ജ്യൂസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പാർലറിൽ ത്രെഡ് ചെയ്യാനുള്ള സ്റ്റാഫ് വരാൻ ഇനി ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കടയിലും കൂടി അങ്ങോട്ട് കയറി കുറച്ച് 2 ഇയറിങ്സും കുറച്ച് ഹെയർ ബൺസും ഒക്കെ അങ്ങോട്ട് വാങ്ങി വിശ്രമവേള ആനന്ദകരമാക്കി. ഇതൊക്കെ എന്ത്. പിന്നെ നേരെ വീണ്ടും ആ പാർലറിൽ തന്നെ പോയി അവിടെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ത്രെഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് പിന്നെ നേരെ അവിടെയും ഇവിടെയും നിന്നില്ല, നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വെരി ഹാപ്പി. മക്കൾക്കുള്ള സാധനം കൂടി കൊടുത്തപ്പോൾ മക്കളും ഹാപ്പി. അപ്പം ശരി കേട്ടോ, ബൈ.